നമുക്ക് എന്തായാലും ആഫ്റ്റർ മാരേജിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് വരാം. ഓക്കെ, വിട്ടു പിരിയുക, പറ്റിച്ചേരുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലീവിങ് ആൻഡ് ക്ലീവിങ്. ഇത് ഏത് വാക്യം നിങ്ങൾക്ക് മനസ്സിലായ? ഒരുവൻ കല്യാണം കഴിക്കുമ്പോൾ അവൻ അപ്പനെ അമ്മയെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞാൽ ഈ വിടുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പറ്റിച്ചേരുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇത് വിവാഹത്തിന്റെ ഒരു മിസ്റ്ററിയാണ്. ഒരപ്പനും അമ്മയും ചേർന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉണ്ടാക്കിയ കുടുംബത്തിലാണ് നിങ്ങൾ എല്ലാവരും ജനിച്ചതും വളർന്നതും. They formed a family and you are born in that family. എന്റെ അപ്പനും അമ്മയുടെ കാര്യം പറഞ്ഞാൽ അവര് സ്വന്തമായിട്ട് ഒരു കുടുംബം തുറന്നായിരുന്നു. എന്റെ അപ്പന് വിവാഹം കഴിക്കുന്ന സമയത്ത് അപ്പനോ അമ്മയോ ഇല്ല. So he started his own family alone independently. അപ്പൊ അതിനകത്ത് ഞാൻ ജനിക്കുമ്പം ഞാൻ വളർന്ന് ഒരു പ്രായമാകുന്നവരെ, അതായത് സ്വന്തം കാലിൽ നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ജീവിത ധർമ്മം ഞാൻ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന മോമെന്റ് വരെ ഞാൻ ആ കുടുംബത്തിൽ അംഗമായിരുന്നു. പേരൻസ് ആൻഡ് ചിൽഡ്രൻ. പക്ഷെ ഞാൻ എപ്പോഴാണോ എന്റെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുകയും ഞാൻ എന്റേതായ ഒരു കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്, അപ്പോൾ ഇത് എന്റെ കുടുംബമായി മാറി. സോ ഐ ലെഫ്റ്റ് and joined my wife to start a new family. അപ്പോൾ മറ്റേ ഫാമിലിയുടെ ഇറ്റ്സ് നോട്ട് എൻ എക്സ്റ്റൻഷൻ ഓഫ് മൈ ഫാമിലി. ഇറ്റ് ഈസ് നോട്ട് എ സാറ്റലൈറ്റ് ഓഫ് മൈ ഫാദേഴ്സ് ഫാമിലി. ആ കുടുംബത്തിന്റെ ഒരു ഉപഗ്രഹമല്ല എന്റെ കുടുംബം. ഇതൊരു സെപ്പറേറ്റ് കുടുംബമാണ്. അപ്പോൾ ഓരോ വിവാഹം കഴിക്കുമ്പോഴും ഒരു ഭാര്യയും ഭർത്താവും ഒരു പുതിയ കുടുംബമാണ്. അത് കാത്തലിക് ചർച്ചിൽ ഒരു വിവാഹ സമയത്ത് പറയുന്ന ഒരു കാര്യം, പുതിയ കുടുംബത്തിന് കതിരുകൾ ഉയരുന്ന പാട്ട് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പാട്ടായിരിക്കും. എ ന്യൂ ഫാമിലി ഈസ് ബോൺ. അപ്പൊ പഴയ ഫാമിലിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടല്ല ഈ പുതിയ ഫാമിലി തുടങ്ങുന്നത്. ഇത് തികച്ചും ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഒരു സ്ത്രീ പുരുഷനും ചേർന്ന് പണിയുന്ന ഒരു പുതിയ ഫാമിലിയാണ്. അപ്പൊ ലീവിങ്, അപ്പോൾ ഭാര്യയും ഭർത്താവും പറയാൻ പാടില്ല എന്റെ പഴയ ശീലം അങ്ങനെയാണ്, എനിക്ക് വെളുപ്പാൻ കാലത്ത് ഒരു ചായ കിട്ടിയാലേ പറ്റുള്ളൂ, അത് എന്റെ അമ്മ തരുന്നുണ്ടാക്കുന്ന നീ എന്താ ഉണ്ടാക്കാത്തത്, ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ലെഫ്റ്റ് ദാറ്റ് ഫാമിലി. അതിനോട് മരിച്ചു. നൗ ഹി സ്റ്റാർട്ടിങ് എ ന്യൂ ഫാമിലി വിത്ത് ഹിസ് വൈഫ്. അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ചു ചേർന്ന് ഒരു പുതിയ ഒരു സിസ്റ്റത്തിലോട്ട് അവർ വരുന്നു. ഒരു പുതിയ സിസ്റ്റം അവരുണ്ടാക്കുകയാണ്. അവിടെ ഈ ചെറുക്കന്റെ അപ്പന്റെ ഇഷ്ടങ്ങളും അമ്മയുടെ ഇഷ്ടങ്ങളും എല്ലാം കൂടെ ചേർന്നല്ല ഈ കുടുംബം ഉണ്ടാകുന്നത്. യു ലീവ് ദാറ്റ് ആൻഡ് ക്ലീവ് ഹിയർ, ക്രിയേറ്റ് എ ന്യൂ ഫാമിലി. അവിടെ ഏറ്റവും പ്രധാനം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സിമെട്രിയാണ്, അവർ തമ്മിലുള്ള യോജിപ്പാണ്, അവർ തമ്മിൽ ഒന്നായി മാറുന്നതാണ് വിവാഹം എന്ന് പറയുന്നത്. ഇപ്പൊ ലീവിങ് ദ ഓൾഡ് ഫാമിലി, ക്ലീവിങ് ടു യുവർ വൈഫ് ടു ക്രിയേറ്റ് എ ന്യൂ ഫാമിലി. അപ്പൊ ഈ വിടുക എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾ വിചാരിക്കരുത് അപ്പനെ അമ്മയെ ഉപേക്ഷിക്കുക എന്നാണെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടൊരു കടമയുണ്ട്. അവർ വയ്യാതാകുമ്പോൾ, നമ്മുടെ ആവശ്യം വരുമ്പോൾ, അത് ഭർത്താവിന്റെ അപ്പനായാലും അമ്മയായാലും ഭാര്യയുടെ അപ്പനായാലും അമ്മയായാലും, we should be equally available. ഒരുപക്ഷെ അവർ നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല, ഒരുപക്ഷെ നിങ്ങളുടെ യോജിക്കുന്നുണ്ടാവില്ല. ബട്ട് നമ്മുടെ കടമകൾ എന്ന് പറയുന്നത്, അപ്പൊ ആർക്കും ആരെയും നഷ്ടപ്പെടാൻ പാടില്ല. പെൺമക്കളുടെ ഒരു കുടുംബത്തിലോട്ട് പെൺമക്കൾ നഷ്ടപ്പെടാൻ പാടില്ല, ആൺമക്കളുടെ ഒരു കുടുംബത്തിലോട്ട് ആൺമക്കൾ നഷ്ടപ്പെടാൻ പാടില്ല. ഇപ്പം ഭർത്താവ് പറയാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ച് എന്റെ വീട്ടിലോട്ടാണ് കൊണ്ടുവന്നത്, എപ്പോഴും നിന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല, അങ്ങനെ പറയാൻ പാടില്ല. വാട്ട് റൈറ്റ് യു ഹാവ്, ദ സെയിം റൈറ്റ് ഷി ഓൾസോ ഹാസ്. കാരണം ക്രിസ്തുവിൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഇല്ല. ലീഡർഷിപ്പ് മാത്രമേ ഉള്ളൂ പുരുഷന്. അധികാരമല്ല, അത് കർത്തൃത്വമല്ല. വിവാഹത്തിലെ ലീഡർഷിപ്പ് ഈസ് നോട്ട് കർത്തൃത്വം, ലോർഡ്ഷിപ്പ് അല്ലത്, സെർവന്റ് ലീഡർഷിപ്പാണ്. അപ്പൊ അതുപോലെ ഭാര്യ പറയുന്നത് എനിക്ക് നിങ്ങളുടെ അപ്പനമ്മേനും നോക്കാൻ പറ്റത്തില്ല, എനിക്ക് സൗകര്യമില്ല, പറയാൻ പറ്റില്ല. ബിക്കോസ് ഹിസ് പേരൻസ് ആർ ഹെർ പേരൻസ്, ഹെർ പേരൻസ് ആർ ഹിസ് പേരൻസ്. അപ്പോ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു കഴിയുമ്പോൾ രണ്ട് സെറ്റ് ഓഫ് പേരൻസ് ഒരേ ഇക്വാലിറ്റിയിൽ, ഈക്വൽ ഡിസ്റ്റൻസിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പൊ രണ്ടുപേർക്കും ആരും മിസ്സാകരുതെന്ന് മാത്രമല്ല, രണ്ടുപേർക്കും ഒരു മകനെ കിട്ടണം, മറ്റവർക്കൊരു മകളെ കിട്ടണം. ഒരാൾക്കൊരു മകളെ നഷ്ടപ്പെടുത്തിയിട്ടല്ല,
വേറൊരു വീട്ടിലൊരു മകൾ ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇപ്പൊ ലീവിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ലീവിങ് യുവർ ഓൾഡ് ഹാബിറ്റ്സ്, ക്രിയേറ്റിംഗ് ന്യൂ. പുതുതായി ചിന്തിക്കുക, രണ്ടുപേരെയും ഉൾപ്പെടുത്തി ചിന്തിക്കുക. ഭാര്യയും ഭർത്താവിന്റെയും കോമൺ സെൻസിബിലിറ്റീസ് എന്താണെന്ന് നോക്കുക. രണ്ട് അപ്പനമ്മമാർക്കും എപ്പോഴും അവൈലബിൾ ആയിരിക്കുക. ഭർത്താക്കന്മാർ അധികാരം കാണിച്ച് ഞാൻ പറയുന്ന കേട്ടാൽ മതി, ഞാൻ പറയുന്നത് നടക്കുകയുള്ളൂ, ആ പരിപാടി പുതിയ നിയമത്തിലില്ല. അത് മക്കളുടെ അടുത്തും ഇല്ല, ഭാര്യയുടെ അടുത്തും ഇല്ല. ഓക്കെ, സോ ലീഡർഷിപ്പ് ഈസ് ഓൾവേസ് സെർവന്റ് ലീഡർഷിപ്പ്. അത് ക്രിസ്ത്യൻ മാരേജിൽ മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ക്രിസ്തു എന്ന തല അവിടെ ഉള്ളത് കൊണ്ട് ഈ ക്രിസ്ത്യൻ മാരേജിൽ മാത്രമാണ് ഈ ഒരു ഫ്രീഡം ഉള്ളത്. മാൻ ആൻഡ് വുമൺ ഇക്വാലിറ്റി ഉള്ളൂ. വേറൊരു മാരേജിലും മാൻ ആൻഡ് വുമൺ ഇക്വാലിറ്റി ഇല്ല. നമ്മൾ ഈ കൾച്ചറിൽ, ഇന്ത്യൻ ഹിന്ദു കൾച്ചറിൽ വളർന്നുകൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന പോലെ ഫാമിലിയെ സ്റ്റെബിലൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. That is why in some areas of India we have consanguineous marriages. You know what's consanguineous marriages? Marrying blood relatives. മുറപ്പെണ്ണ്, മുറച്ചെറുക്കൻ, അമ്മയുടെ ആങ്ങളുടെ മകൻ, അപ്പന്റെ പെങ്ങളുടെ മകള്. ഇനി ആന്ധ്രയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ ആങ്ങളെ തന്നെ ഈ പെങ്ങളുടെ മകളെ കല്യാണം കഴിക്കും. Means you that man marries sister's child. എന്തുകൊണ്ടാണ്? സ്വത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ്. കുടുംബത്തിലെ സ്വത്ത് വല്ലവനും കൊണ്ടേ തിന്നരുത്. അതുകൊണ്ടാണ് ഈ പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹം നമുക്ക് ഉണ്ടായിരിക്കുന്നത്. സ്ത്രീ അവളുടെ സ്വത്തും കൊണ്ട് പുരുഷന്റെ വീട്ടിൽ ചെന്ന് പുരുഷന്റെ വീട് വലുതാക്കണം, അവിടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും. പുരുഷൻ ഇങ്ങനെ കസേരയിരുന്ന് ചായ കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ ഭാര്യ കൊണ്ടു കൊടുക്കും, സ്വത്ത് കൊണ്ടു കൊടുക്കണം, ജീവിതകാലം മുഴുവൻ അടിമയായിട്ട് ജീവിക്കാൻ വേണം. രോഷം ഉണ്ടാവുന്നില്ല നിങ്ങൾക്ക്? ഫെമിനിസ്റ്റ് രോഷം. ഈ ബൈബിൾ പോലെ നമ്മളെ ലിബറേറ്റ് ചെയ്യുന്ന ഒരു പുസ്തകം, ലോകത്തിലൊരു പുസ്തകത്തിൽ ഇതിന്. അപ്പൊ ലീവിങ് ആൻഡ് ക്ലീവിങ് എന്ന് പറയുന്നത് നമ്മൾ ആരെയും വെറുത്തുകൊണ്ടോ മത്സരിച്ചുകൊണ്ടോ അല്ല. അത് ഭർത്താക്കന്മാരാണ് മനസ്സിലാക്കേണ്ടത്. ലീവിങ് ക്ലീവിങ് പ്രിൻസിപ്പിൾ. ഇപ്പൊ എന്റെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏത് പാതിരാത്രിയായാലും ഐ വിൽ ബി ദേർ. ഞാനൊരു വീഴ്ച വന്നിട്ടൊന്നുമല്ല. ഇപ്പൊ അപ്പനമ്മയ്ക്കും വയ്യാതായി, അപ്പനൊട്ടും വയ്യാതായി, സോ ഐ വിൽ ബ്രിങ് ദം മൈ ഹോം. ബാക്കിയുള്ളത് വരുന്നത് വെച്ച് കാണും. If that happens to my wife's mother, I will bring her also. If there is no one to look after her, there is no difference. അപ്പോൾ ലീവിങ് എന്ന് പറയുമ്പോൾ എല്ലാം ഇട്ടുറിഞ്ഞ് പോവല്ല ചെയ്യുന്നത്. ആ ഫാമിലി എന്ന് പറയുന്നത് ന്യൂ ഫാമിലിയാണ്. അത് ആ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വണ്ണസിൽ നിന്ന് വരേണ്ടതാണ്. പിതാവും പുത്രനും എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഭാര്യയും ഭർത്താവും. പുത്രനും പിതാവും തുല്യരാണെങ്കിലും പുത്രൻ എങ്ങനെ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു, ആ തുല്യതയിലുള്ള കീഴ്പ്പെടലാണ് ഒരു കുടുംബജീവിതത്തിൽ ഉള്ളത്. ആകാൻ സാധ്യതയുണ്ട്. പൗലോസ് പറയുന്നത് ഇവിടെ എന്താ ചോദ്യം? എന്താ? ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തിന് വിവാഹം തടസ്സമാകുന്നുണ്ടോ? തടസ്സമാകുമോ? തീർച്ചയായിട്ടും ആകാം. കാരണം പൗലോസ് പറയുന്നത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വഴക്കുണ്ടാകാതെ നോക്കുക എന്നുള്ളൊരു പ്രധാന പ്രശ്നമാണ്. കാരണം വഴക്കുണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില പണികൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ. ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളുടെ അയൽവക്കത്ത് ഒരാളുണ്ട്, അവരോട് മിണ്ടുന്ന ഭാര്യയ്ക്ക് ഇഷ്ടമില്ല, അല്ലെ ഭർത്താവിന് ഇഷ്ടമില്ല. ചിലപ്പം കർത്താവ് അവരെ കാണിച്ചു തന്നായിരിക്കും സുവിശേഷം പറയാൻ. അപ്പൊ ആരെ പ്രസാദിപ്പിക്കും? സഭയിൽ വരുന്ന ആൾക്കാർ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഭാര്യയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർ നിങ്ങളോട് മിണ്ടാതായാൽ നിങ്ങൾ എന്ത് ചെയ്യും? ദാറ്റ് മീൻസ് ആ ആൾക്കാർക്ക് സ്പിരിച്വൽ ഫെലോഷിപ്പ് പോവുക, ആ ആത്മീക ഇടയ ശുശ്രൂഷ കുറച്ച് ആൾക്കാർക്ക് നഷ്ടപ്പെടുക. അതുപോലെ ഭാര്യ പറയാണ്, എനിക്ക് ഇങ്ങനെ വസ്ത്രങ്ങൾ വാങ്ങിക്കണം, എനിക്ക് ഇങ്ങനെ ഡ്രസ്സ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ പൈസ ചെലവാക്കുന്ന വിധം ഉൾപ്പെടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ദൈവത്തെ നമുക്ക് അനുസരണക്കേട് കാണിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം ഒന്ന് ഭാര്യയോടുള്ള അല്ലെ ഭർത്താവിനോടുള്ള അമിതമായ സ്നേഹം, അതല്ലെങ്കിൽ വഴക്കുണ്ടാകാതിരിക്കാനുള്ള കോംപ്രമൈസ്. ഈ രണ്ട് സ്ഥലത്തും ദൈവത്തിനെതിരെ നിൽക്കാം. ദൈവത്തിന്റെ രാജത്വത്തിനും കർത്തൃത്വത്തിനെതിരെ ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിന് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണമെന്നുള്ളത്, ആരെ പ്രസാദിപ്പിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആരെ പ്രസാദിപ്പിക്കും? ആരെ പ്രസാദിപ്പിക്കും? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം അൾട്ടിമേറ്റ്ലി ദാറ്റ്സ് ദ ഓൺലി റിലേഷൻഷിപ്പ്
that lasts eternally. അതുകൊണ്ടാണ് വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ വിശ്വാസികളെ തന്നെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നില്ല. കാരണം ആ വിശ്വാസിയായ പാർട്ട്ണർ മനസ്സിലാക്കണം, there is only one master in this home and that is Jesus Christ. എന്റെ ഇഷ്ടങ്ങളുടെ രാജ്യത്വം, എനിക്ക് അവരെ ഇഷ്ടമില്ല, എനിക്ക് ഇവരെ ഇഷ്ടമില്ല, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് പറയുമ്പോൾ കർത്താവല്ല രാജാവാകുന്നത്, ഇയാളാണ് രാജാവാകുന്നത്. അപ്പൊ ഭർത്താവ് അല്ലെ ഭാര്യ എന്ത് ചെയ്യും? കർത്താവിന്റെ രാജ്യത്തിന് പകരം ഇയാളുടെ രാജ്യത്തിൽ സന്തോഷമായിട്ട് പ്രവേശിച്ച് കോംപ്രമൈസ് ചെയ്യും. അപ്പൊ അൺകോംപ്രമൈസിങ് അറ്റ് ദ സെയിം ടൈം മീക്ക്, സോഫ്റ്റ്, ലവിങ്, കൈൻഡ്. അങ്ങനെ ആവുക എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അൺകോംപ്രമൈസിങ് ആൻഡ് ലവിങ്, ഫേം അറ്റ് ദ സെയിം ടൈം ഫ്ലെക്സിബിൾ, അണ്ടർസ്റ്റാൻഡിങ്. അത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ നമ്മളിൽ ആ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പുതിയ നിയമ വിവാഹത്തിൽ ദൈവമല്ലാതെ ആരും ഗ്ലോറിഫൈഡ് ആകരുതെന്നുള്ളത് കൊണ്ട്, പുരുഷന്റെ തല ക്രിസ്തുവായി ഇരിക്കുന്നത് കൊണ്ട്, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു സ്ത്രീയും മനസ്സിൽ ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവേശിക്കണം. കാരണം എന്റെ ഭർത്താവ് ദൈവത്തിന് മുമ്പിൽ ഒരു ഉത്തരമില്ലാതെ നിൽക്കാനല്ല വരരുത്. ഭർത്താവ് എങ്ങനെ ചിന്തിക്കണം, ഭാര്യ എങ്ങനെ ചിന്തിക്കണം. ഞാൻ കാരണം എന്റെ ഭർത്താവ് ദൈവത്തിന് അനുസരണക്കേട് കാണിക്കാൻ ഇടയാകരുത്, ഇടർച്ചയാകാൻ ഇടയാകരുത്. എന്റെ വേദന അത് ഞാൻ സഹിക്കാൻ, അല്ലെങ്കിൽ എന്റെ ഇഷ്ടമില്ലായ്മ അത് സഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം ദൈവമാണ് അവിടെ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നത്. അപ്പൊ എപ്പോഴും ദൈവത്തെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മുകളിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്നുള്ളത് എപ്പോഴും നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുന്നില്ലെങ്കിൽ യു വിൽ ബി കോംപ്രമൈസിങ്. കോംപ്രമൈസ് ചെയ്ത് സമാധാനം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ക്രൂശെടുത്ത് കഷ്ണം സഹിക്കുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാം വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞ് വിവാഹം കഴിച്ചാൽ വിവാഹത്തിനകത്ത് എല്ലാം സമാധാനമായിട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മളെല്ലാം വിശുദ്ധീകരണത്തിന്റെ പല വഴികളിലായതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്പൗസ്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇടപെടണമെന്ന് യാതൊരു നിർബന്ധമില്ല. ബട്ട് വൺ തിങ്, നിത്യത വരെയും നമ്മൾ ഓടുന്നത് കർത്താവിന്റെ മുഖത്ത് നോക്കി ആയതുകൊണ്ട് ആ ഭാഗത്ത് ഒരു കോംപ്രമൈസ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ എന്റെ ഭാര്യ പറയുന്ന ഒരു തീരുമാനമാണ് ക്രിസ്തുവിന്റെ മനസ്സിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതെങ്കിൽ അവളല്ല ഞാനെ തീരുമാനിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഐ കാൻറ്റ് ബി സ്റ്റബേൺ. ഭാര്യ പറയുന്ന ഭർത്താവ് കേട്ടാൽ നാണക്കേടൊന്നുമില്ല, ഭാര്യ പറയുന്ന ഭർത്താവ് കേട്ടാൽ നാണക്കേടൊന്നുമില്ല, പ്രൊവൈഡഡ് ദാറ്റ്സ് ദ വിൽ ഓഫ് ഗോഡ്. വിൽ ഓഫ് ഗോഡ് എന്ന് പറയുന്നിടത്ത് ഭാര്യ ഭർത്താവ് ഒന്നുമില്ല. അതിന് എഫെസ്യർ 5:20 പറയുന്ന ക്രിസ്തുവിനോടുള്ള ഭയത്തിൽ നിങ്ങൾ പരസ്പരം കീഴ്പ്പെട്ടിരിക്കുകയും. അപ്പോൾ we have to take every care to see that God is glorified in every decision. Husband is not glorified, wife is not glorified. The Lord is glorified all the time. അത് ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ കഷ്ടം സഹിക്കുക എന്ന് പറയുന്നത് കുടുംബജീവിതത്തിനകത്തുള്ള കഷ്ടവും നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എന്നേക്കാൾ കൂടുതൽ നിന്റെ അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ പ്രിയപ്പെടുന്നവൻ, സഹോദരനെ സഹോദരിയെ പ്രിയപ്പെടുന്നവൻ എനിക്കുള്ള കർത്താവ് പറയാനുള്ള കാരണം വി കാൻറ്റ് കോംപ്രമൈസ് എന്നുള്ളത് തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു അവിശ്വാസിയായ ഒരാളെ കല്യാണം കഴിച്ചിട്ട് ഒരു പ്രോപ്പർ ക്രിസ്ത്യൻ ജീവിതം നയിക്കാൻ ഒരിക്കലും സാധിക്കുന്നില്ല. ഒരു പ്രോപ്പർ വിശ്വാസ ജീവിതം നയിക്കാനോ വിവാഹ ജീവിതം നയിക്കാനോ ക്രിസ്ത്യാനിക്ക് സാധിക്കില്ലാത്തതിന്റെ കാരണം ഈ മാരേജ് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്രിസ്ത്യൻ കൺസെപ്റ്റ് ടോട്ടലി ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. എന്റെ കൂടെയുള്ള ആളും മനസ്സിലാക്കണം, അതായത് നിങ്ങൾ ആരെ കല്യാണം കഴിക്കുന്നോ ആ ആളും മനസ്സിലാക്കണം, നമ്മുടെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മഹത്വമാണ് എന്നുള്ളത്. അടുത്തത് അസന്തുഷ്ടമായ ദാമ്പത്യത്തെ കുറിച്ച് ബൈബിൾ ഒന്നും പറയുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എന്തെങ്കിലും പറയുന്നുണ്ടോ എവിടെയെങ്കിലും? അസന്തുഷ്ടമായ ദാമ്പത്യത്തെ കുറിച്ച് ബൈബിൾ ഒന്നും പറയുന്നില്ല. എന്താ പറയുന്നറിയോ? മരിക്കുന്നവരെ സഹിക്കാനാണ് പറയുന്നത്, വേറെ ഒന്നും പറയുന്നു. നിങ്ങളുടെ ഭർത്താവ് ഭയങ്കര മർദ്ദിക്കുന്ന ആളാണോ, തൊഴിക്കുന്ന ആളാണോ, സഹിച്ച് മരിച്ചോളൂ. കർത്താവ് സ്വർഗത്തിൽ ചെല്ലുമ്പം നല്ല അവാർഡ് തരും. പറയും ഇവിടെ അസന്തുഷ്ടി എന്ന് പറഞ്ഞൊരു കാര്യമില്ല. കാരണം ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ് വി ആർ ആസ്ക്ഡ് ടു റിജോയ്സ് ഇൻ ദ ലോർഡ്. അസന്തുഷ്ടമായ ദാമ്പത്യം എന്ന് പറഞ്ഞ ഒന്ന് ശരിക്കും ക്രിസ്ത്യാനികളിൽ ഇല്ല. സ്ട്രഗിൾ ഉണ്ട്, ദുഃഖമുണ്ട്, ബട്ട് ഈ ആനന്ദത്തെ എടുത്തു കളയാൻ ആർക്കും പറ്റത്തില്ല. കാരണം ഈ സ്ട്രഗിൾ തന്നെ ആനന്ദമാണ്. ഈ സ്ട്രഗിളിനകത്തൊരു ആനന്ദമുണ്ട്, അത് നമ്മൾ ജയിക്കുമ്പോൾ ആനന്ദം.
ജയിക്കാന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ജയിക്കുമല്ല, നമ്മൾ ക്രിസ്തുവിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അത് നമുക്ക് ആനന്ദമാണ്. ഇപ്പൊ ഭർത്താവ് പിടിച്ചു ഇടിക്കുന്നു, ഭാര്യ തിരിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്നു, ക്ഷമിക്കുന്നു, അത് ഭയങ്കര ആനന്ദമല്ലേ? ആ ഭാര്യയ്ക്ക് ആനന്ദം, ഭർത്താവിനല്ല ആനന്ദം. സോ വെൻ വി ആർ ക്രൈസ്റ്റ് ലൈക്ക് ഇറ്റ് ഗിവ്സ് us so much of joy. ഇപ്പൊ ഒരു ക്രിസ്തീയ കുടുംബത്തിലെ അപ്പനോ ഭർത്താവോ മക്കൾക്കോ ഭാര്യയ്ക്കോ അടുത്തുകൂടാൻ പറ്റാത്ത ഭീകരനാകരുത്. അങ്ങനത്തെ ഒരു ഭയത്തിന്റെ അന്തരീക്ഷം ഒരു വീട്ടിൽ ഉണ്ടാകരുത്. We need to be, the family need to be one in one voice. They should come to the Lord every day, day after day. Okay. ഓക്കെ, തെറ്റായ വ്യക്തിയെ നിങ്ങൾ വിവാഹം കഴിച്ചു പോയിട്ടുണ്ടോ? കാരണം ഈ എങ്ങനെ സ്പൗസിനെ കണ്ടെത്താന്നുള്ളതൊന്നും ഞങ്ങൾ നേരത്തെ കേട്ടില്ലായിരുന്നു. അത് കേൾക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് കെട്ടിയായിരുന്നു. പക്ഷെ കെട്ടിപ്പോയപ്പോൾ അങ്ങനെ അങ്ങ് കെട്ടിപ്പോയി. അപ്പോ ഇനി എന്ത് ചെയ്യും? നിങ്ങളോട് ഞാൻ ഒരു രഹസ്യം പറയാം. നടന്ന എല്ലാ ദൈവത്തിന്റെ ഹിതമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു പ്ലാനിങ് ഉണ്ട്. എന്തിനാ ദൈവഹിതമൊക്കെ ചോദിക്കാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാനിലേക്ക് എത്താൻ വേണ്ടിയാണ്. അത് നമ്മുടെ വിശദീകരണത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളോട് പറയുന്നത്. ഈ പ്ലാനിലേക്ക്, ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട്, ആ പ്ലാനിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയാണ് ദൈവഹിതം അന്വേഷിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ വിവാഹം കഴിഞ്ഞു പോയാൽ നമ്മൾ ദൈവഹിതം അന്വേഷിച്ചായിരിക്കില്ല അവിടെ എത്തിയത്. പക്ഷെ നിങ്ങളെ കല്യാണത്തിനകത്തിട്ട് ഇടിച്ച് നിരപ്പാക്കുക എന്നുള്ള ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. അപ്പൊ ആരെ വിവാഹം കഴിച്ചാലും വൺസ് യു ബിക്കം വൺ ഇൻ ദ ബോഡി, സ്ത്രീയും പുരുഷനും ഒരു ശാരീരികമായി ഒന്നിച്ചാൽ ഒരു കവനന്റിന്റെ അടിയിൽ അവരായി. They have to live as husband and wife all through their life. അതാണ് റൂൾ. only one man, one wife. അപ്പോ തെറ്റായ ഒരാളെന്നുള്ള ഇല്ല, അങ്ങനെ ഒരാൾ ലോകത്തില്ല. നമ്മളാണ് ഏറ്റവും വലിയ പാവി. ബട്ട് ബോൺ അഗൈൻ അല്ലാത്ത ഒരാളെ നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കുത്താൻ ഒരു മുള്ളു ദൈവം വെച്ചിരിക്കുന്നു വിചാരിച്ച് സ്തോത്രം ചെയ്താൽ മതി. നത്തിങ് എൽസ് ക്യാൻ ബി ഡൺ. അപ്പൊ എല്ലാ വിവാഹങ്ങളും ദൈവാലോചന തന്നെയാണ്. ബട്ട് നമ്മൾ എന്തിനാണ് ദൈവത്തിന്റെ ഇഷ്ടം സ്വീകരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ തിങ്ങിങ്ങിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയാണ്. ഓക്കെ ആണ്? അത്രയും ഓക്കെ ആയില്ല അല്ലെ? അത് ഇത്തിരി ഫിലോസോഫിക്കലാണ്. പക്ഷെ നിങ്ങൾ കല്യാണം കഴിച്ചവരോടുള്ള ദൂത് ഇതാണ്, ദൈവഹിതമാണ്, അനുഭവിച്ചോ. കല്യാണം കഴിക്കാത്തവരോടുള്ള ദൂത് നിങ്ങൾ സൂക്ഷിച്ചോ. ഓക്കെ. സ്നേഹശൂന്യമായ ഒരു ദാമ്പത്യ ജീവിതത്തോട് ക്രിസ്ത്യാനി എങ്ങനെ പ്രതികരിക്കണം? ഒത്തിരി കല്യാണങ്ങളിലും സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം കുറെ കഴിയുമ്പോൾ കാണുന്നില്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതുമാകാം. ഈ സ്നേഹം ഇല്ല ഉണ്ടോ എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഈസി ടു മെഷർ. ഇപ്പൊ ചില ആൾക്കാർ റൊമാൻറ്റിക്കലി ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കും, ഭയങ്കരമായിട്ട് അവർ എക്സ്പ്രസ് ചെയ്യും, നല്ലപോലെ ഡയലോഗുകളൊക്കെ അടിക്കും. അവർക്ക് അവരുടെ സ്നേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. അത് വളരെ നല്ലൊരു കാര്യമാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ല. കാരണം അവർ ചെറുപ്പത്തിൽ ആ കമ്മ്യൂണിക്കേഷൻ കേട്ടിട്ടില്ല. അവരുടെ പേരൻസ് അവരെ മടിയിൽ എടുത്തുകൊണ്ട് ഇരുന്നിട്ടില്ല, എടുത്തുകൊണ്ട് നടന്ന് കൊല്ലിച്ചിട്ടില്ല. ഇത്തിരിയുടെ പ്രായമായി 4, 5, 7, 8 വയസ്സൊക്കെ അവിടെ അകറ്റി നിർത്തിയവരാണ് ആ പിള്ളേരെങ്കിൽ അവർക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വലിയ പാടായിരിക്കും. പക്ഷെ അതേസമയത്ത് നല്ലപോലെ സ്നേഹം എക്സ്പ്രസ് ചെയ്ത് വളർത്തിയ കുടുംബത്തിലെ പിള്ളേരാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് 10 വയസ്സും 20 വയസ്സും 30 വയസ്സൊക്കെ ആയാലും അമ്മയെ കെട്ടിപ്പിടിച്ച് അപ്പനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തൊക്കെ വളർത്തുന്ന പിള്ളേരുണ്ട്. അവർ എക്സ്പ്രസ് ചെയ്തിരിക്കും ഉറപ്പായിട്ടും. കാരണം അത് അവരെ അങ്ങനെ പഠിച്ചിരുന്നു. എന്നാൽ അത് കിട്ടാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെ ഇത് എക്സ്പ്രസ് ചെയ്യുമെന്ന് അറിയില്ല. കാരണം അവർക്ക് ഒരു ചമ്മലാണ് ഇതെല്ലാം കാണുമ്പോൾ. സംതിങ് ദാറ്റ് ദേ ഹാവ് ഇൻ സീൻ, സംതിങ് ദാറ്റ് ദേ ഹാവ് ഇൻ എക്സ്പീരിയൻസ്. അപ്പൊ അതൊരു ബുദ്ധിമുട്ട്. പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഒരാൾ ഇന്റർപ്രറ്റ് ചെയ്യാണ്, ഓ അയാൾക്കൊരു സ്നേഹവും ഇല്ല എന്ന് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ളതിനേക്കാൾ സ്നേഹം ചിലപ്പോൾ അവരുടെ ഉള്ളിൽ കാണുമായിരിക്കാം. ബട്ട് എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ട് അത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ്. സ്നേഹം എക്സ്പ്രസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. So Christ expressed his love. So when we become Christians, we learn to express our love. അത്
സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന ആവശ്യമാണ്. പക്ഷെ ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി വേറെ ആളെ സന്തോഷിച്ച് കാണുക എന്നുള്ളതല്ല. ഇപ്പൊ ഞാൻ ഐസ്ക്രീം കഴിച്ചു. ഞാൻ ഐസ്ക്രീം കഴിക്കുന്നത് എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമാണോ? അല്ല. കാരണം ഇത് കഴിച്ചാണ് ഞാൻ ഇങ്ങനെ ആകുന്നതെന്നാണ്. അപ്പം എന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല എന്റെ ഭാര്യയുടെ ഉദ്ദേശം. അത് സ്നേഹമല്ല. എന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കുക, എന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുക, മക്കളെ സന്തോഷിപ്പിക്കുക, ഇതല്ല സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പിൽ വിശുദ്ധരായി നമ്മൾ നിൽക്കാൻ തക്കവണ്ണം ഒരു ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിട്ട് നമ്മൾ മാറുക, പരസ്പരം വിശുദ്ധീകരിക്കാനുള്ള മനസാക്ഷി ഉണ്ടാവുക എന്നുള്ളതാണ് സ്നേഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ക്രിസ്ത്യൻ മാരേജിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. വി നീഡ് ടു എൻകറേജ് അനദർ പേഴ്സൺ ടു തിങ്ക് ലൈക്ക് ക്രൈസ്റ്റ് തോട്ട്. കർത്താവ് എങ്ങനെ ചിന്തിച്ചോ ആ രീതിയിൽ എന്റെ അടുത്തുള്ള ആളും ഞാനും ചിന്തിക്കാൻ, പ്രത്യേകിച്ച് സ്പൗസ്. മക്കളുടെ മേൽ നമുക്ക് വലിയ നിയന്ത്രണമൊന്നുമില്ല. മക്കൾ കുറെ കഴിയുമ്പോൾ അവരുടെ വഴിക്ക് പോകും. ദേ വിൽ മേക്ക് ദെയർ ഓൺ ഫാമിലി. അവർ നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ കൂടെ ഉള്ളൂ. ആക്ച്വലി ദേ ഡോണ്ട് ബിലോങ് ടു അവർ ഫാമിലി. ദേ വിൽ ക്രിയേറ്റ് ദെയർ ഓൺ ഫാമിലി. ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ മാൻ ആൻഡ് വുമൺ. വുമൺ, മാൻ, ക്രൈസ്റ്റ്, ഫാദർ. ഇവരെ ഈ 4 പേരെയും കൂടെ ആത്മാവിൽ യോജിപ്പിക്കുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ മക്കൾ എന്ന് പറയുന്നത് മക്കൾ തൽക്കാലം നമ്മൾ വളർത്തുന്നതേ ഉള്ളൂ. ദേ വിൽ ക്രിയേറ്റ് ദെയർ ഓൺ ഫാമിലി ആഫ്റ്റർ സം ടൈം. ആ ഫാമിലിക്കകത്ത് ഞാൻ തലയായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്റെ തല അവിടെ ഇല്ല, എന്റെ തല ഇവിടെ ഉള്ളൂ. അപ്പൊ സ്നേഹരഹിതമായ ഒരു ലോകത്തോട് കർത്താവ് എങ്ങനെയാണോ സ്നേഹം കാണിച്ചത്, അതുപോലെ സ്നേഹരഹിതമായ ഒരു ജീവിതത്തിൽ ഞാൻ പറയാം, എന്റെ who is a Christian that Christian should love. ആൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്നതിനെ കൊണ്ട് യാതൊരു കാര്യമില്ല. ബിക്കോസ് അല്ലെ, ഉണ്ടോ? ഒരു കാര്യമില്ല. നമ്മളോടാണ് ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിന്നെ പോലൊരു പാപിയെ സ്നേഹിച്ച ഞാൻ ആ സ്നേഹം നീ കൊടുക്കുക. നിനക്ക് കിട്ടുന്നില്ലായിരിക്കാം, ബട്ട് യു ഗീവ് ഇൻസ്റ്റെഡ് ഓഫ് കംപ്ലൈനിങ്. അല്ലെ, നമ്മൾ സ്നേഹമില്ലാതെ കംപ്ലൈന്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയും നല്ലത് നമ്മളങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ തന്നെ സ്നേഹം ഉണ്ടോ? വി ഗീവ് ദാറ്റ് ലവ് ആൻഡ് യു വിൽ റിസീവ് ദാറ്റ് ലവ്. അടുത്തത്, വിവാഹമോചനത്തിന് ശേഷമുള്ള പുനർവിവാഹം എല്ലായ്പ്പോഴും വിചാരമാണോ? 99% ടൈംസ് യെസ്. ആ 1% ടൈം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ മാരീഡ് ബട്ട് ദേ ഡിഡ് നോട്ട് ഹാവ് എ റിലേഷൻഷിപ്പ്. ഫോർ എക്സാമ്പിൾ, കല്യാണം കഴിച്ചു, പക്ഷെ കല്യാണം കഴിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അവൻ ഹോമോസെക്ഷൽ ആണ്. നോ റിലേഷൻഷിപ്പ്. അവരൊരിക്കലും റിലേഷൻഷിപ്പിലായിട്ടില്ല. ദേ നെവർ ബിക്കെയിം വൺ. ഇത് രണ്ടും കൂടെ ആയെങ്കിലേ, അതായത് ഉടമ്പടിയും ശാരീരികമായ വണ്ണസും കൂടെ വന്നാലേ ഒരു മാരേജ് ആവുന്നുള്ളൂ. ആ ശാരീരികമായ വണ്ണസ് വന്നില്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്താലും ഷീ ഈസ് സ്റ്റിൽ എ വെർജിൻ ഓർ ഹീ ഈസ് സ്റ്റിൽ നോട്ട് ഡിഫൈൽഡ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരൊറ്റ ചാൻസിൽ വി ഡോണ്ട് കൺസിഡർ ഇറ്റ് ആസ് എ മാരേജ്. ഇൻ ഓൾ അതർ സർക്കംസ്റ്റാൻസസ് വിവാഹമോചനം എന്ന് പറയുന്നത് പാപമാണ്. പക്ഷെ വിവാഹമോചന ശേഷം വേറൊരാൾ വിവാഹം കഴിക്കുന്ന അഡൽട്ടറിയാണ്. വിവാഹമോചനം എങ്ങനെ പാപമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് എന്നെ തള്ളിക്കളയുന്ന പോലെയാണ്. കർത്താവ് കുറെ നേരം കഴിഞ്ഞിട്ട് എന്നോട് പറയാം, ചെയ്സ ഞാൻ ഉദ്ദേശിച്ചൊന്നുമല്ല, ഞാൻ കട്ട് ചെയ്തിരിക്കുന്നു. ഞാൻ ഭാര്യയോട് അങ്ങനെ പറയാണ്, ഇനി മേലെ നീ എന്റെ ഭാര്യയല്ല, തലാക്ക് തലാക്ക് തലാക്ക്. അപ്പൊ ഞാൻ എന്താ പറയുന്നറിയാം? കർത്താവ് എന്നെ തള്ളിക്കളയുന്നല്ലേ. അപ്പൊ ഞാൻ ദൈവത്തിനെതിരെ പാപം ചെയ്തു. അതായത് ദൈവം എന്നെ പണ്ടേ വെട്ടിക്കളയേണ്ടതായിരുന്നു, പക്ഷെ കളഞ്ഞില്ല. ആ സ്നേഹമാണ് ഞാൻ എന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത്, ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ടത്. അപ്പം ഒരാളെ ഞാൻ ഇനി എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ യു ആർ ഡിനൈങ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ലവ്. ദെർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഡൈവോഴ്സിങ്. അപ്പൊ ഡൈവോഴ്സ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത്, നിനക്ക് അങ്ങനെയൊക്കെ പറയാൻ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന്, എനിക്ക് അയാളെ സഹിക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് വാട്ട്? ദാറ്റ് മീൻസ് യു ഡോണ്ട് വാണ്ട് ടു ബി ലൈക്ക് ക്രൈസ്റ്റ്. നിങ്ങൾ തുറന്ന് പറയാം. നമ്മുടെ കർസുവിനെ പോലെ ആവുന്നൊന്നുമില്ല, പക്ഷെ തുറന്നങ്ങ് പറയാം, എനിക്ക് ആവണ്ട, ഞാൻ വിട്ടു, ഒരാളെ ഞാൻ കട്ട് ചെയ്തു, എന്റെ ജീവിതത്തിൽ നിന്ന് മുറിച്ചു കളഞ്ഞു. സോ ദാറ്റ് ഇസ് ഡൈവോഴ്സ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഡൈവോഴ്സ് ഞാൻ വെറുക്കുന്നു എന്ന് പറയാം. കാരണം കർത്താവ് ഇത്രയും സ്നേഹം നമുക്ക് എന്നിട്ട് പറയാം, നിങ്ങൾ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ 10,000 നിന്നോട് ഇളച്ചു കൊടുത്ത ഞാൻ ഈ 100 ഇളച്ചു കൊടുക്കാൻ നിനക്ക് പറ്റാതെ ഭാര്യ, നമ്മുടെ ചർച്ചിൽ ആകെ ഒരാളെ മാത്രം പുറത്താക്കിയത്. ഒരു ദിവസം ഒരാളൊരു ഭാര്യയ്ക്ക്, തന്റെ ഭാര്യയ്ക്ക് വിവാഹമോചന നോട്ടീസ് കൊടുത്തു. ഭാര്യയുടെ കയ്യിലായിരുന്നു തെറ്റ് എന്ന് വേണം ചിന്തിക്കാം. വിവാഹമോചന നോട്ടീസ് എപ്പോൾ കൊടുത്തു അപ്പൊ തന്നെ ചർച്ചിൽ നിന്ന് പുറത്താക്കി.
മാനസാന്തരപ്പെട്ട് ആ ഭാര്യയോട് മാപ്പ് പറഞ്ഞ് റിക്കൺസൈൽ ചെയ്ത് മടങ്ങി വരാതെ ചർച്ചിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞു. ദാറ്റ്സ് ഓൺലി ഇത്. കാരണം നമ്മൾ ഒരാളെ റിജക്ട് ചെയ്യുമ്പോൾ ക്രിസ്തു നമ്മളെ റിജക്ട് ചെയ്യാവുന്നതിന് തുല്യമാണ്. സോ വി കാനോട്ട് റിജക്ട് എനി പേഴ്സൺ. അത് തന്നെയല്ല, ദൈവം കൂടെ താമസിക്കാൻ തന്ന ഭാര്യ ഭർത്താവിനെ റിജക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് റിജക്ടിങ് ഗോഡ് ആൻഡ് ഹിസ് പ്ലാൻ. രണ്ടാമതൊരാളെ വിവാഹം കഴിക്കുമ്പോൾ സ്ട്രീറ്റ് ഗ്രീവിയസ്, മച്ച് മോർ ഗ്രേവ്. അല്ല, ശാരീരിക പീഡനം വിവാഹമോചനത്തിന് സ്വീകാര്യമായ കാരണമല്ല. വേറിട്ട് താമസിക്കാൻ നിങ്ങൾ നല്ല ഇടികൊണ്ട് സഹിക്കാൻ വയ്യാതാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കോ, അല്ലെങ്കിൽ ചർച്ചിലെ ആൾക്കാരുടെ എൽഡേഴ്സിന്റെ സഹായം ചോദിക്കോ, സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാൻ. ഡൈവോഴ്സ് നോട്ടീസ് കൊടുത്താൽ അതിനർത്ഥം അയാൾ മാനസാന്തരപ്പെട്ട് വരാൻ വേണ്ടി നിങ്ങളിൽ കാത്തിരിക്കാൻ തയ്യാറല്ല എന്നാണ്. വിവാഹമോചനത്തിന് ഒരു ഗ്രൗണ്ടേ ഉള്ളൂ, അഡൽട്ടറി ആണ്. അഡൽട്ടറി എന്ന ഗ്രൗണ്ടിൽ പോലും വിവാഹമോചനം നടത്തണം നിർബന്ധമില്ല, നടത്താം വേണമെങ്കിൽ എന്നേ ഉള്ളൂ. സോ വൺസ് മാരീഡ് യു ആർ ഇൻ ദാറ്റ് ട്രാപ്പ്, യു കനോട്ട് എസ്കേപ്പ്. ഡെഡ് ബോഡി ആയിട്ട് മാത്രമേ അതിന്റെ വെളി വരാൻ പറ്റൂ. അടുത്തത് നമ്മൾ പെട്ടെന്ന് തീരും തോന്നി. ഒരു ക്രിസ്ത്യാനി സംശയാലുവായി എന്നയോട് എങ്ങനെ പെരുമാറണം? മൈ ഗോഡ്, വാട്ട് എ ക്വസ്റ്റ്യൻ. ഈ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില സംശയങ്ങളൊക്കെ ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് നാച്ചുറലി വി ക്യാൻ ഹാവ് സം ഡൗട്ട്സ്. പക്ഷെ അതൊരു സ്ഥിരം പരിപാടിയാണെങ്കിൽ അതൊരു മനോരോഗമാണ്. ഒരിക്കലും അത് ശരിയാവാൻ പോകുന്നില്ല. You are never going to convince your spouse that you are good. കാരണം നിങ്ങളെ സംശയിക്കുന്നതിന്റെ കാരണം നിങ്ങളല്ല, ആ സംശയിക്കുന്ന ആളുടെ മനോരോഗമാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ബിക്കോസ് ഇറ്റ്സ് എ മെന്റൽ സ്റ്റേറ്റ് ടു ഡൗട്ട് യുവർ സ്പൗസ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ the only solution is to pray, suffer, bear, and if God so leads, consult a psychologist or consult an elder, because it's a psychological disorder. കാരണം അത് എങ്ങനെയാണ് ഇത് വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു ഇൻസെക്യൂരിറ്റി ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിലാണ് സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ ഭാര്യ എന്നെക്കാളൊക്കെ എത്ര സുന്ദരിയാണ്. ചിലപ്പോ എന്നോട് എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലായിരിക്കും, വേറെ സുന്ദരന്മാരായ ആണുങ്ങളെ കാണുമ്പോഴായിരിക്കും എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടം തോന്നുന്നത്. അപ്പൊ ഒരാൾ വരുമ്പോൾ എന്നേക്കാൾ സുന്ദരനാണെന്ന് തോന്നുന്ന ഒരാളെ കാണുമ്പോൾ എന്റെ ഭാര്യ ചിരിച്ചു വർത്താനം പറയുന്ന കാണുമ്പോൾ ഞാൻ ചിന്തിക്കാം, കണ്ടോ കണ്ടോ. That comes from my insecurity. ആ ഇൻസെക്യൂരിറ്റി ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് തെളിയിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. അത് ആ മനസ്സിന്റെ ഒരു വൈകല്യമായിട്ട് വേണം തന്നെ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. ടു ട്രീറ്റ് ദാറ്റ് പേഴ്സൺ ആസ് someone who is sick. ഓക്കെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഇത് തെളിയിക്കും എന്ന് പറയാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതെല്ലാം നമ്മൾ അതുമായിട്ട് ജീവിക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിതം അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. സോ സഫർ, ബെയർ. നിങ്ങളെ കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ എന്തോ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ. ഹാപ്പിയായ നമ്മൾ ഈ പേഴ്സണാലിറ്റി പ്രോബ്ലംസിനെ കുറിച്ച് നമ്മുടെ തന്നെ പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കാനും വേറൊരാളുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുവാനും നമുക്ക് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. We will have in the next youth meeting we will have that personality, how to handle different personalities in faith, of course. Okay, അപ്പം ഇത് ഇങ്ങനൊരു പേഴ്സണാലിറ്റി വൈകല്യമാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഓവർകം ദാറ്റ്. ഓക്കെ, അടുത്തത്. ഇത് വളരെ സിമ്പിൾ ആണ്.
മയക്കുമരുന്ന് അടിമയായ മദ്യപാന ജീവിത പങ്കാളിയുടെ ഒരു ക്രിസ്ത്യാനി എങ്ങനെ പ്രതികരിക്കണം? തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകണം. ഡ്രഗ് അഡിക്ഷൻ, ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവരണം. വേറെ ഒന്നും ചെയ്യാനില്ല. അല്ലെ പിന്നെ എന്ത് ചെയ്യണം? ഒന്നിച്ചൊരു ജോയിന്റ് വലിക്കാനാണ്, കണ്ടുപിടിക്കുക. നടക്കത്തില്ലല്ലോ. ഒരു മനുഷ്യൻ ഡ്രഗ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഹീസ് നോട്ട് ഇൻ ഹിസ് മൈൻഡ്, നോട്ട് ഇൻ ഹിസ് സെയിം മൈൻഡ്, നോട്ട് സോബർ. അപ്പൊ അത് ട്രീറ്റ് ചെയ്യാന്നുള്ളതല്ല, വേറെ വഴിയൊന്നുമില്ല. ട്രീറ്റ് ചെയ്യുക. ഇത് ആ സംശയാലു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള കേസാണ്. ഇത് കുറച്ചൊക്കെ കൗൺസിലിംഗ് കൊണ്ട് നമുക്ക് കുറെയൊക്കെ മാറ്റാൻ പറ്റും. മയക്കുമരുന്ന് അല്ലെങ്കിൽ പോലും മദ്യത്തിന്റെ ഒക്കെ കാര്യങ്ങൾ ശരിക്കും പ്രീച്ചിങ് ശരിയായിട്ട് ശ്രദ്ധിച്ചാൽ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഇതിനെല്ലാം ജയിക്കാൻ പറ്റും. അത് പക്ഷെ വേറൊരാൾ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എനിക്കിങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ഓക്കെ, ഐ ക്യാൻ പ്രേ ആൻഡ് റിക്കവർ. ബട്ട് എന്റെ കൂടെയുള്ള ആൾ അങ്ങനെയാണെങ്കിൽ അയാൾ ഇങ്ങനെ ചെയ്തോളും എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. സോ ദ ഓൺലി സൊല്യൂഷൻ ഈസ് ടു കൺസൾട്ട് അതർ പീപ്പിൾ. ഓക്കെ. വിവാഹിക്കോ ആൺകുട്ടിക്കോ എതിർലിംഗത്തിൽപ്പെട്ട ഒരു അടുത്ത സുഹൃത്ത് ഉണ്ടായിരിക്കുമോ? നോ. ഉണ്ടായിരിക്കാമോ? നോ. അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് എന്തുമാത്രം അടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എക്സാമ്പിൾ, അടുത്ത സുഹൃത്താണ്, ഭാര്യയല്ല, ഭർത്താവല്ല. ഹലോ, എഴുന്നേറ്റോ? കാപ്പി കുടിച്ചോ? ഈ പഞ്ചായരടി ഫ്രണ്ട്ഷിപ്പിന്റെ ആവശ്യമില്ല. അത്രയൊന്നും നിങ്ങളങ്ങ് കെയറിങ് ആവണ്ട ആരോടും, അതിന്റെ ആവശ്യമില്ല. ഈ സൗഹൃദം എന്ന് പറയുന്നത് തികച്ചും തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞ പോലെ സഭയ്ക്കകത്ത് ഇളയവരെ മക്കളെ പോലെ, സഹോദരിമാരെ പോലെ, മൂത്തവരെ അമ്മമാരെ പോലെ കാണുന്നതല്ലാതെ എതിർ ലിംഗത്തിൽപ്പെട്ട ബെസ്റ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലേ, ബെസ്റ്റി, അങ്ങനൊരു പരിപാടി അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. ഇറ്റ്സ് നോട്ട് വെൽക്കം. ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ ടു ഹാവ് someone of the opposite sex with whom you can share everything. No, അങ്ങനെ ഉണ്ടാകാൻ പറ്റത്തില്ല. Only spiritual relationships with everyone. Spiritual relationship means, ഈ സ്പിരിച്വൽ റിലേഷൻഷിപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ഡെഫിനിഷൻ ഉണ്ട്. ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ആത്മാവിൽ അതിൽ ഇടർച്ച ഉണ്ടാകാത്ത കാര്യങ്ങളെ. ഉദാഹരണത്തിന് ഒരു സഹോദരി, അല്ലെങ്കിൽ ഒരു മകൾ, അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഒരു അപ്പന്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഒരു സഹോദരന്റെ സ്ഥാനത്ത്. ഇതല്ലാതെ ഒരു ബന്ധവും പറ്റത്തില്ല. സോ ഞങ്ങൾ പണ്ടത്തെ ഫ്രണ്ട്സാണ്, ഓക്കെ, യു ക്യാൻ ടോക്ക് ജനറലി, നോട്ട് ഇന്റിമേറ്റ്ലി. ജനറലി സംസാരിക്കാം. But we have to avoid all such circumstances where there is an element of എന്താ പറയുന്ന ഒരു പഞ്ചാരയുടെ കലക്കമുള്ള രുചിയുള്ള ഭാഗത്തേക്ക് നോക്കാൻ പാടില്ല. സോ ഐ തിങ്ക് ദാറ്റ്സ് വെരി വെരി റോങ്, വെരി മച്ച് റോങ്. Same gender can a married person can have a close friend. See, if it's a mutual friendship, it's okay. Husband and wife, and that means there are checks and balances are there. There should be a check and balance in everything. Even on sex ലായാലും okay, friendship is good, but that should not come in the way of your marital life. Okay. ദശാംശം പോലുള്ള കാര്യങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും എന്ത് ചെയ്യണം? ദശാംശം എന്നൊരു കാര്യമില്ല. ആദ്യം അത് മനസ്സിലായി. There is nothing called tithe in the New Testament church. Tithe is, in the New Testament times, tithe is a heretical doctrine. ക്രിസ്തുവിനെതിരായിട്ടുള്ള ഒരു ഉപദേശമാണ്. കാരണം കർത്താവ് 100% നമുക്ക് തന്നതാണ്. ഈ 10% കൊണ്ട് പറ്റിക്കുന്ന പരിപാടി പുതിയ നിയമത്തിൽ ഇല്ല. എല്ലാം കർത്താവിന്റെയാണ്, ഞാൻ ഉൾപ്പെടെ. ഓക്കെ, പക്ഷെ വിഷയം അതല്ലല്ലോ. വിഷയം അതല്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു സ്പിരിച്വൽ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്ത് ചെയ്യണം? വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പിരിച്വൽ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ ബൈബിൾ നോക്കണം. ബൈബിളിൽ എന്താ പറയുന്നത്? ബൈബിളിൽ നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ ഭാര്യ ഭർത്താവ് പറയുന്നത് അങ്ങ് കേട്ടാൽ മതി, ഒരു കുഴപ്പമില്ല.
അവിടെയാണ് ഈ ഭർത്താവിന്റെ സ്പിരിച്വൽ ലീഡർഷിപ്പ് വർക്ക് ചെയ്യുന്നത്. യു ലുക്ഡ് അറ്റ് ദ ബൈബിൾ, യു ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. എന്താ ചെയ്യേണ്ട, കൈ കൊടുക്കണോ വേണ്ട ഒന്നും മനസ്സിലായില്ല. ആ ഭർത്താവ് പറയാ കൊടുത്തേക്കാണോ, കൊടുത്തേക്ക്, നഷ്ടമൊന്നുമില്ല, 10% കൊടുത്തോണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല. No problem. So if you are not clear about something from the Bible, the next thing is obey your husband. തീർന്നോ? വണ്ടർഫുൾ. ഇനി നിങ്ങളുടെ പുതിയ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. പുതിയ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിൽ കിട്ടിയ സ്ലിപ്പിൽ ചോദ്യങ്ങളുണ്ടോ? ഇനി പുതിയ ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചോദിക്കാം. ആരെങ്കിലും സ്ലിപ്പ് കളക്ട് ചെയ്യുമോ? ആരെങ്കിലും സ്ലിപ്പ് ഉണ്ടോ? ബില്ലി ഗ്രഹാം റൂൾ നല്ല മോഡലാണോ? ഓപ്പോസിറ്റ് ജെൻഡർ പാസഞ്ചർ പേഴ്സൺ മീറ്റിംഗ് ഓൺലി ഇൻ പ്രസൻസ് ഓഫ് വൈഫ്. നോട്ട് ഓൾവേസ് പോസിബിൾ. ഐ ഡോണ്ട് നോ. അത് എപ്പോഴും സാധ്യമാകണമെന്ന് നിർബന്ധമില്ല. അതായത് ഭാര്യയുടെ മുമ്പിൽ നിന്ന് മാത്രമേ അന്യസ്ത്രീകൾ അത്രയും നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. മേ ബി വി ഷുഡ് നോട്ട് ബി ഐസൊലേറ്റഡ് ഇൻ എ പ്ലേസ് വിത്ത് എ സ്ട്രേഞ്ച് വുമൺ. ഉദാഹരണത്തിന് ഒരു റൂമിൽ കതകടച്ചിരിക്കുക, അല്ലെങ്കിൽ വേറെ ആർക്കും വരാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് ചെല്ലുക, അങ്ങനെയൊന്നും പാടില്ല. ബട്ട് സപ്പോസ് there are so many counseling situations where I sit with girls, women and talk, but anyone can come inside. That means it's an open space. ഒരു പ്രൈവറ്റ് സ്പേസിലായി പോരുന്നതാണ്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ we are disciples, we should behave like disciples. അതുകൊണ്ട് ബില്ലി ഗ്രഹാമിന്റെ റൂള് ഇൻ ദ അമേരിക്കൻ കോണ്ടെക്സ്റ്റ് ഇറ്റ് ഈസ് റിയലി വണ്ടർഫുൾ. കാരണം അതൊരു വലിയൊരു സാക്ഷ്യമാണ്. ആ ഒരു കാര്യത്തിൽ ബില്ലി ഗ്രഹാം വാസ് ആൻ എക്സാമ്പിൾ. പക്ഷെ അത് എല്ലാ സാഹചര്യത്തിലും അങ്ങനെ നിർബന്ധിക്കാൻ പറ്റുമോ? നിർബന്ധിക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഫഷണൽ സ്പീക്കറായിട്ട് വരികയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ വരുന്നു, പ്രസംഗിക്കുന്നു, പോകുന്നു. ഒരു ചർച്ചിലെ ആളുകളുമായിട്ട് ഇന്റിമേറ്റ് ഇടപെടുന്നില്ല, പേഴ്സണൽ കണക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് ഫോർ എ പാസ്റ്റർ ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ഗോയിങ് ടു മീൻസ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പൊ ബില്ലി ഗ്രഹാം ഈസ് എ പ്രീച്ചർ. യു ഇൻവൈറ്റ് ഹിം ടു പ്രീച്ച്. ഹി കംസ് ഇൻ ഹിസ് കാർ, preaches and goes back. He's not pastoring a church. He's not counseling people. But a pastor is not like that. ഒരു പാസ്റ്റർ അങ്ങനെയല്ല. അപ്പൊ ഒരു പാസ്റ്ററെ സംബന്ധിച്ച് അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യം പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലേസ്, അതായത് ഏത് മനുഷ്യർക്കും എപ്പോഴും കടന്നു വരാവുന്ന ഒരു പ്ലേസ് ലോക്ക് ചെയ്യാത്ത, അതായത് പ്രിഫറബിളി ഇൻ an open area but private area, because there will be so many private things which that lady may not be able to tell others. കാരണം ആ ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ പാസ്റ്റർ മേൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പം അത് വ്യത്യാസമുണ്ട്. സോ ഈച്ച് പേഴ്സൺ ഹാസ്. ഇപ്പൊ എനിക്ക് ഒരു കാര്യത്തിൽ ഒരു ബലഹീനത ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ അടയ്ക്കേണ്ടത് എന്റെ കടമയാണ്. അതുപോലെയാണ് ഓരോരുത്തരും ചെയ്യുന്നത്. ഇപ്പം എനിക്കൊരു ബലഹീനത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ബലഹീനത അടയ്ക്കേണ്ടത് എന്റെ പണിയാണ്. സോ അത് അടയ്ക്കാൻ ഞാൻ പല വഴികൾ കണ്ടെത്തും. സോ ഐ സപ്പോർട്ട് ദാറ്റ് ബില്ലി ഗ്രഹാം മോഡൽ, ബട്ട് ദാറ്റ് നോട്ട് ബി എ യൂണിവേഴ്സൽ ലോ. ഹോമോസെക്ഷൽസിനെ ചർച്ച അക്സെപ്റ്റ് ചെയ്യാമോ? കയറി വരാം, പക്ഷെ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അതിന്റെ ട്രീറ്റ്മെന്റ്, കൗൺസിലിംഗ്, സൈക്കോതെറാപ്പിയിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിരിക്കും. കാരണം ഈ cannot be entertained as a homosexual inside the church. കാരണം ഐ ബിലീവ് എവരി ഹോമോസെക്ഷൽ ഹാസ് ടു അണ്ടർഗോ എ സൈക്കോതെറാപ്പി. കാരണം ഈ അമേരിക്കയിലെ പല ആൾക്കാരും വിചാരിക്കുന്നവർ ജനിക്കുമ്പോഴേ ഹോമോസെക്ഷൽസ് ആയിട്ട് ജനിക്കുന്നതല്ല. വളരെ ലോ സെൽഫ് എസ്റ്റീം, അമ്മമാര് കൂടുതൽ ഡൊമിനന്റ് ആയിട്ടുള്ള വീടുകൾ. അപ്പൊ ആമ്പിളര് വളർന്നു വരുമ്പോൾ ഒരു സ്ട്രോങ് മെയിലുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ പോകുന്ന അവസ്ഥ. വുമൺ ബിക്കംസ് ദ ഹീറോ. അപ്പൊ വുമണിനെ പോലെ ആകുന്ന ഒരു എമ്യുലേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ദ വുമൺ ഈസ് സ്ട്രോങ്ങർ ദാൻ ദ മാൻ. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നവർ, ചെറുപ്പത്തിൽ ഫിസിക്കലി അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികൾ, ഇങ്ങനെയുള്ളവരാണ് കൂടുതലും ഈ ഹോമോസെക്ഷൽ, ബിക്കോസ് ഇറ്റ്സ് ദ റിസൾട്ട് ഓഫ് സിൻ. ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് സിൻ. ഓക്കെ. ഡൈവോഴ്സ് ആയവർ ദൈവശുശ്രൂഷ ചെയ്യാമോ? ലേഡി ഇട്ടിട്ട് പോയതാണെങ്കിൽ, ഇദ്ദേഹത്തിന്റെ നല്ല കുറ്റത്തിൽ ലേഡി ഇട്ടിട്ട് പോയതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ് ചർച്ച് വിൽ ഡിസൈഡ്. ലേഡി ഇട്ടിട്ട് പോയതാണെങ്കിൽ ദാറ്റ് മീൻസ് പരസംഗ നിമിത്തമല്ലാതെ, ഇയാൾ പരസംഗം ചെയ്തിട്ട് പോയതാണെങ്കിൽ ഒരു കാരണവശാലും അടുപ്പിക്കാൻ പറ്റത്തില്ല. ഹി ഈസ് നോട്ട് റെസ്പോൺസിബിൾ. ദ ലേഡി വെന്റ് വിത്ത് സമ്മൺ ഓർ അബാൻഡൻ ഹിം. അങ്ങനെ പോയ ആളാണ് എങ്കിൽ, ഇദ്ദേഹം ഡൈവോഴ്സ് ഇനിഷ്യേറ്റ് ചെയ്തതല്ലെങ്കിൽ, മറ്റേയാളാണ് ഡൈവോഴ്സ് ഇനിഷ്യേറ്റ് ചെയ്ത് പോയതെങ്കിൽ, സഭ ഇയാളെ നല്ല മനുഷ്യനായി അനലൈസ് ചെയ്ത് സ്പിരിച്വലി നല്ലതാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കാം. ദാറ്റ് ഇൻഡിവിജ്വൽ ചർച്ച് വിൽ ഡിസൈഡ്. മക്കളെ കുറിച്ചുള്ള തീരുമാനങ്ങളിൽ അഭിപ്രായ വ്യത്യാസം, അത് എന്ത് തീരുമാനം എന്നറിയാതെ നമുക്ക് പറയാൻ പറ്റില്ല. മക്കളെ കുറിച്ചുള്ള തീരുമാനങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യമാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ
അവിടെ ഞാൻ ഒരു കാര്യം പറയുള്ളൂ, ദൈവികമായ ഒരു കാര്യം അല്ലെങ്കിൽ, അത് പാപം ഇൻവോൾവ് ചെയ്യുന്നില്ലെങ്കിൽ ഭർത്താവ് പറയുന്ന കേട്ടേക്കുക. സിമ്പിൾ അല്ലേ? ഭാര്യമാരുടെ പണി കുറഞ്ഞിരിക്കും. അപ്പൊ ലീവ് ഇറ്റ്. പുള്ളി ചുമന്നോളുമല്ലോ, എന്തേലും കഷ്ടം സംഭവിച്ചാലും, അല്ലെ അവസാനം നീ പറഞ്ഞിട്ടാന്ന് പറഞ്ഞ് ഭാര്യമാരുടെ വിട്ടുകൊടുത്തേക്ക് പോട്ടെ. പക്ഷെ ഒരു സിൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ യുവർ വോയിസ് ആൻഡ് സ്റ്റാൻഡ് സ്ട്രോങ്. ഓക്കെ, അപ്പം മക്കൾ ആരുടെ കൂടെ ആണെന്നുകൂടെ നോക്കാൻ നേരം. ഇപ്പൊ പാവം ചെയ്താൽ മക്കൾക്ക് ഇഷ്ടമെങ്കിൽ ദൈവം പിന്നെ പിടിച്ചു കൊടുക്കും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധർ ചെയ്തിട്ട് കാര്യമില്ല. സോ യു ക്യാൻ അൾട്ടിമേറ്റ്ലി ഓൺലി സേവ് യുവർ സെൽഫ്. സേവ് യുവർ സെൽഫ് മീൻസ് വിശുദ്ധീകരണത്തിന്റെ രക്ഷയിലേക്ക് നിങ്ങൾക്ക് മാത്രമേ പോകും, വേറെ ആളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓക്കെ, ദാറ്റ്സ് ഓൾ. പറഞ്ഞു തുടങ്ങിയപ്പോ ഒരു കാര്യം മെൻഷൻ ചെയ്തായിരുന്നു, ആദാമിന്റെ ഔവ്വായുടെ പാപം അത് ദൈവം അറിഞ്ഞു നടന്ന സംഭവമാണ്. പക്ഷെ അവിടെ പറയുന്നു ദൈവം മനുഷ്യരെ ഉണ്ടാക്കിയത് അവരുടെ ഒരുമിച്ച് വർത്തിക്കാൻ വേണ്ടിയാവും. അതിനുശേഷം ദൈവം മടങ്ങി പോകുന്നു, അവരോട് പറഞ്ഞിട്ട് വൃക്ഷത്തിന്റെ ഫലം കഴിക്കല്ലെന്ന് പറഞ്ഞു അതിന് പോകുന്നു. പിന്നെ എന്റെ ചോദ്യം, ദൈവത്തിന് അറിയായിരുന്നോ അത് പ്രീ പ്ലാൻഡ് ഉണ്ടായിരുന്നു, അതോ ദൈവത്തിന് അറിയാൻ നടന്ന സംഭവമായിരുന്നു? ദൈവത്തിന് അറിഞ്ഞു, ദൈവം നേരത്തെ അറിഞ്ഞു തന്നെ ചെയ്തത്. കാരണം ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തിരുന്നു. ലോകസ്ഥാപനത്തിന് മുതലേ ക്രിസ്തു അർക്കപ്പെട്ട കുഞ്ഞാടാണ്. അപ്പൊ സർവ്വ ലോകവും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കണമെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഓൾറെഡി ആ വീഴ്ചയുടെ ദുരിതം, ആ വീഴ്ച എന്നുള്ള തെരഞ്ഞെടുപ്പ്, ക്രിസ്തുവിന്റെ യാഗം, ഇതെല്ലാം നിത്യതയിൽ തന്നെ നടന്നിട്ടുണ്ട്. At the same time, Bible says that God is not a God who tests. So അങ്ങനെ അവരൊരു പരീക്ഷിക്കേണ്ട ഒരു ആവശ്യം അല്ല, പരീക്ഷ ദൈവം അല്ലല്ലോ, സാത്താനാണ്. ടെംപ്റ്റിംഗ് വിത്ത് സിൻ അല്ല ദൈവം ചെയ്യുന്നത്, അത് സാത്താന ചെയ്യുന്നത്. അവരുടെ മോഹങ്ങളാലാണ്, അവരുടെ ഫ്രീ വില്ലിലെ മോഹങ്ങളാലാണ് അവർ വശീകരിക്കപ്പെടുന്നത്. യാക്കോബ് പറയുന്നത് ആദമിന്റെ ഹവ്വയുടെ ഫ്രീ വില്ലിലുള്ള മോഹങ്ങളാലാണ് അവർ വശീകരിക്കപ്പെട്ടത്. എനിക്ക് മനസ്സിലായ പാസ്റ്റർ പറഞ്ഞു വെച്ച് ദൈവം പറഞ്ഞിട്ട് പോകുന്നു, ദൈവത്തിന് അറിയായിരുന്നു സാത്താൻ വരുന്നു, അവർ ടെംപ്റ്റഡ് ആകുന്നു, ഇതെല്ലാം നടക്കുന്നു ദൈവത്തിന് അറിയാം. സോ പ്ലാൻ വാസ് ടു ടെസ്റ്റ് humanity. No, not at all. സോ അങ്ങനെ ആണെങ്കിൽ അതൊരു ദൈവത്തിന് അറിയാത്തൊരു സംഭവമാണ്. ദൈവത്തിന് അറിയാത്തൊരു സംഭവം ഉണ്ടെങ്കിൽ God is not there. If something happens in the present, past or future, something happens without the knowledge of God, there is no God. Because ദൈവത്തിന് അറിയാൻ വയ്യാതിരുന്ന ഒരു സംഭവം, ഈ ഭൂമി ഇത്രയും പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവം, അതായത് ഇത്രയും പേരെ നരകത്തിലേക്കും മരണത്തിലേക്കും വിടുന്ന ഒരു സംഭവം ദൈവത്തിന് അറിയില്ലായിരുന്നു, അല്ലെ ദൈവം അത് ശ്രദ്ധിക്കാതെ വിട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is no God.